പോലത്തെ മറ്റൊരു എനർജി ഡ്രിങ്ക്സിൻ്റെ ഒരു പാക്കറ്റ്. പിന്നെ കുട്ടിയുടെ പേരെന്താ? മിനി. നിന്റെ അല്ല, ഈ കുട്ടി. ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. കണ്ടോ ആ കാഴ്ചയെ കാണുന്നു. നമ്മളെ ഭാര്യ പിന്നെ അതൊക്കെ നേരത്തെ അറിഞ്ഞു, അതുകൊണ്ട് അവള് നേരത്തെ ഇവിടെ എത്തിപ്പെട്ട്. ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ട്രൈസൈക്കിളിൽ നടന്ന് നേരിട്ടൊക്കെ ആയിട്ട്. അവിടുത്തെ ഒരു കടയുണ്ട്, ആ കടയിലാണ് ഞാൻ ഇന്ത്യക്കാരന് ഒക്കെ നാണക്കേട്. ഇന്ത്യക്കാരൻ കെട്ടിയവനാണ്, ഇവരെ വിചാരം ഇന്ത്യക്കാരൊക്കെ വലിയ പണക്കാരാണെന്നാണ്. അതുകൊണ്ട് അവർക്ക് നാണക്കേട്. എന്നോട് പറഞ്ഞാൽ അങ്ങോട്ട് വരരുത്, എനിക്ക് അരി കിട്ടില്ല. ഇന്ത്യക്കാരൻ പിന്നെ വിദേശി ഭർത്താവാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അരി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇവിടെ പിടിച്ച് മാറ്റിയിരുത്തിയേക്കാം. അതാണ് ഞാൻ അങ്ങോട്ട് പോവാതെ ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ അയൽവാസികളാണ് കേട്ടോ, ഈ പോണോ ചോദിച്ചൊക്കെ. എന്താ tax? Oh, dapat weekend today also. Ah. So you want to go home now or you stay here? You stay here na? You want to go? That it is windy or I'm home. ടിക്കറ്റ് കിട്ടി, ഇന്ന് തന്നെ സാധനം കിട്ടുന്ന അവള് പറയണത്. You going to get now? വലിയ വായിലോ ചെറിയ വർത്താനം പറയാൻ നിൽക്കരുത്. No, it's that truck is still not here. The truck is still not here. I don't know what time coming the truck. So you going to stay here? Yeah. Okay. So you? I go then with Danica. If ever I call you in your phone, they come back here, Okay. Ano siya po എന്നാല്? Anika, we go home? Okay, let's go. ഇതാണ് ഫ്രീ ഫുഡ് കൊടുക്കണ ട്രക്കാണിത്. ഇത് വന്നിട്ടുണ്ട്, ഇപ്പം മേടിക്കാൻ എല്ലാം പറഞ്ഞു. ഒരാൾ നിൽക്കണ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഫ്രീ ഫുഡ് ഒക്കെ ആകുമ്പോൾ മുൻപന്തിയിലുണ്ടാവും പുള്ളിക്കാരി. ഒറ്റെണ്ണം വിടൂല. അതേമാതിരി ഓരോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കണ്ട ഇതാണ് കൊടുക്കണത് ഫ്രീ ഫുഡ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ, ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാ കൊടുക്കണേന്നൊക്കെ ഉള്ളത്. ഇതാണ് ട്രക്കിൽ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നുണ്ടാവും. ഇതേപോലെ ആൾക്കാർ ക്യൂ നിന്നിട്ട് ഇങ്ങനെ മേടിക്കും. ആൾക്കാർ വന്ന് വരിവരിയായിട്ട് നിൽക്കാൻ തുടങ്ങിയണ്ട. ഈ ഓഫീസിൽ വെച്ചിട്ടാണ് കൊടുക്കാറ്. ഇദ്ദേഹമാണ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കും. പഞ്ചായത്തിന് ഇവിടെ ബറങ്കായ് എന്നാ പറയാ, ബറങ്കായ്. അപ്പോൾ പ്രായമുള്ള ആൾക്കാർ ആദ്യം വന്ന് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ വരിവരിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. പ്രായമുള്ള ആൾക്കാർ കയറിയിരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരാൾക്കും കൂടെ അവസരം കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അവർക്കും ക്യൂവിൽ ലൈൻ കിട്ടിയിട്ടുണ്ട്. എല്ലാ നാട്ടിലും ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനോഭാവം സെയിം എന്നാണ്. കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ കയ്യിലൊരു ടിക്കറ്റ് കണ്ടോ, ഒരു വെളുത്ത ടിക്കറ്റ്. ഇതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഈ ടിക്കറ്റ് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാലാണ് ഫുഡ് കിട്ടുന്നത്.
Yung kay LGU, kano alis pagka-bibliotek. Ang lapigan ng Pilipina man ganyan sa kalimiti, yan is sa Pilipina. Pero kung wala pa yawa yung mga tayo sinasabi, may kailangan na. Hindi, dapat ang kilab ni York na balik siguro. Dito, dapat ang kulong. Hindi ka mo. Hey, ay, suunahan niyo itar. Gamit man lang yung siguro dahil. ആ ടിക്കറ്റ് കൊടുത്തു തുടങ്ങി. എല്ലാവരോടും വരിയായിട്ട് ചെന്ന് മേടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. Medyo nagalig. Wala na papasok sa nakalig. Nakakamukha. Papasok sa basura. Basura. Di ba, tagal lang ng kabataan, hindi ka magtrabaho. Bakit kayo nagtitiputusan, no? Kabataan. Ayan. കുട്ടിയുടെ പേരെന്താ? മിനി നിന്റെ അല്ല, ഈ കുട്ടിയുടെ. ഏക കാത്തേനി ആരാ മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയ ഗോപാലകൃഷ്ണൻ TP. ചുണ്ണാമുണ്ടോ കയ്യില്? സോറി, ഞാൻ മുറുക്കാറില്ല. ഈ നിൽക്കുന്നത് എൻ്റെ ഒരു അളിയനാണ്. അതായത് നിർണയുടെ ചേച്ചിയുടെ ഭർത്താവാണ് ഈ നിൽക്കുന്നത്. ഇത് അവരുടെ മൂന്നാമത്തെ മോളാണ്. അങ്ങനെ അവസാനം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബോക്സ് കിട്ടി. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നു നോക്കുകയാണ് ബോക്സിൽ എന്തൊക്കെ സാധനമാണുള്ളതെന്ന്. ആദ്യമായിട്ട് കുറച്ച് കണ്ടത് കുറച്ച് കോഫി ഒരു 4-5 കോഫി, പിന്നെ നമ്മുടെ നാട്ടിൽ ബൂസ്റ്റ്, ബോൺബിറ്റൊക്കെ പോലത്തെ മറ്റൊരു എനർജി ഡ്രിങ്ക്സിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ കുറച്ച് ടിൻ ഫുഡും അരിയൊക്കെയാണ് കിട്ടിയത്. ഇതാണ് ആ ബൂസ്റ്റിൻ്റെ സാധനം. ബൂസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ പോലത്തെ എനർജി ഡ്രിങ്ക്. ഇതാണ് അരി ഏകദേശം 5 കിലോയുടെ അരി കിട്ടി. പിന്നെ ക്യാൻ ഫുഡ് 2 പാക്കറ്റായിട്ടാണ് നമുക്ക് അരി കിട്ടിയത്. പിന്നെന്താണ്, ടിൻ ഫുഡുകളാണ്. പിന്നെ ട്യൂണ, അതേപോലെ സർഡീൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ മത്തി ഒരു സോസൊക്കെ രീതിയിലാക്കിയിട്ടുള്ള, ഇതൊരു സോസും ഇല്ലാത്തതാണ് ഈ ട്യൂണ ഫുഡ്. പിന്നെ മത്തിയുടെ ഒരു ടിൻ ഫുഡാണ് ഈ കാണുന്നത്. ഇത് സോസൊക്കെ ഇട്ടിട്ടുള്ള ഒരു മത്തിക്കറി, അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് കോൺ ബീഫാണ്. അതായത് ഈ ബീഫ് നുറുക്കി ഒരു തരം ഫുഡ് അങ്ങനെ ആക്കിയ സാധനമാണ്. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ റിലീഫ് ഫുഡിലൂടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് തരാൻ തോന്നിയ ഗവൺമെൻറ്റിനും ഇവിടുത്തെ എല്ലാവിധ ആൾക്കാർക്കും ഒരുപാട് നന്ദി. എന്തായാലും എനിവേ, ലോട്ട് ഓഫ് താങ്ക്സ്. നൈസ് എക്സ്പീരിയൻസ്.